يا هلال أهلا أهلا أبوابك صار. ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബോളിവുഡ് വേൾഡിലെ ഗ്രീസ്, ഈജിപ്റ്റ് ഈ രണ്ട് സ്ഥലങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഗ്രീസ് കടക്കുമ്പോൾ തന്നെ അറിയാലോ എന്ത് മനോഹരമായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തേക്കണേലേ. നിറയെ തിരക്കുണ്ട്, എന്നാൽ പോലും നമുക്ക് മടുക്കാതെ നടക്കാൻ പറ്റും. ഇഷ്ടംപോലെ കുട്ടികളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ബലൂൺസും ടോയ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഗെയിമിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാം കൊണ്ടും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. പിന്നെയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ രാജ്യത്തിലേക്ക് കയറുമ്പോഴും അവിടെ എല്ലാം ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അങ്ങനെ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഈജിപ്തിലാണ്. ഈജിപ്റ്റ് എത്ര മനോഹരമായിട്ടാണ് ഈജിപ്തിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. റിയാദിലെ ബോളിവുഡ് വേൾഡിലെ മനോഹരമായ ഈജിപ്റ്റ് സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ദ മാജിക്കൽ ലാൻഡ് ഓഫ് ഈജിപ്റ്റ്. എത്ര മനോഹരമായാണ് പിരമിഡ് മോഡൽ ഇവിടെ ചെയ്തേക്കുന്നത്. പഴയകാല രാജവംശങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞ പഴയകാല ഈജിപ്തിലേക്ക് നമ്മളെ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ സുന്ദരമായ ഈജിപ്റ്റ് പിരമിഡുകളും സ്റ്റാച്ചുകളും മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ പോയതുപോലെ തന്നെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഇതിനിടയ്ക്ക് കല്യാണക്കുട്ടി കളിക്കാനൊക്കെ ഓടി നടപ്പുണ്ട്. ഒന്നുകിൽ പപ്പ എടുക്കണം, അല്ലെങ്കിൽ അമ്മ എടുത്ത് കറക്കണം. ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങളാണ് ആൾക്കുള്ളത്. പിന്നെ ഇവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്താലേ ഈജിപ്റ്റ് ആണെന്നേ എല്ലാവരും കരുതൂ. ഈജിപ്തിലല്ല എന്ന് ആരും വിചാരിക്കില്ല. ഒരുപാട് പേര് ഇവിടെ ഓരോ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്നും പിരമിഡ് മോഡലിൻ്റെ അടുത്ത് നിന്നും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത്. പഴയകാല ഈജിപ്തിൻ്റെ അന്തരീക്ഷവും സൗന്ദര്യവും ഇവിടെ നിന്ന് ആസ്വദിക്കാം. അതും റിയാദിൻ്റെ ഹൃദയമായ ബോളിവുഡ് വേൾഡിൽ നിന്ന്. ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകൾ നിറഞ്ഞൊരു ലോകം തന്നെയാണ് ബോളിവുഡ് വേൾഡ്. 10 രാജ്യങ്ങളുടെ കാഴ്ചകൾ മാത്രമല്ല, ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെയുണ്ട്. ഈജിപ്റ്റൊക്കെ ഓരോ രാജ്യവും സെറ്റ് ചെയ്തേക്കുന്നത് അത്ര മനോഹരമായിട്ട് തന്നെയാണ്. ഇതൊന്നും മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് പേടിക്കാൻ വേണ്ടിയിട്ട് ഈജിപ്റ്റ് മമ്മിയെ പോലെയൊക്കെ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഈജിപ്റ്റ് മമ്മീൻ്റെ വേഷത്തിലും ഒരു ഹൊറർ ലുക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഫാൻസി ഡ്രസ് ചെയ്ത ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇവിടെ ഒരാളുണ്ടായിരുന്നൊരു ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ. കറക്റ്റ് ഞാനത് വീഡിയോ ഓണാക്കാൻ മറന്നതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. പക്ഷെ വേറൊരാളിപ്പോൾ വരുന്നത് കാണാൻ പറ്റും. പിരമിഡൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് ഇല്ലേ. നമ്മളിതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്താൽ പിരമിഡാണെന്നേ കരുതുള്ളൂ. പണ്ട് ഫറോവയുടെ കാലത്തും ഈജിപ്റ്റ് രാജാക്കന്മാരുടെ കാലത്തും ഒക്കെയുള്ള ആ പഴയ നിർമ്മിതികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. കല്യാണിക്കുട്ടിക്ക് പിന്നെ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നോക്കും, ആൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിൽ അമ്മ ഒരു ഫോട്ടോ എടുക്കമ്മ എന്ന് പറഞ്ഞിട്ട് ആൾ വരും. ആൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ സ്റ്റൈലിൽ ഫോട്ടോയ്ക്ക് നിന്ന് തരുകയും ചെയ്യും. അമ്മ ഇങ്ങനെ എടുക്കമ്മ, അമ്മ ഇവിടുന്ന് എടുക്കമ്മ എന്നൊക്കെ പറയും. ഈ സ്റ്റാച്ചു ഒക്കെ കണ്ട ഈജിപ്റ്റ് അല്ലെന്ന് ആരെങ്കിലും പറയുമോ ഇല്ലേ. അത്രയും മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾക്ക് ബോറടിക്കാതിരിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഈജിപ്റ്റിൽ പോകാതെ തന്നെ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഒരു ഈജിപ്റ്റ് ഫീല്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഡെസ്റ്റിനേഷനാണ് റിയാദിലെ ബോളിവുഡ് വേൾഡ്. ഓരോ നാടിൻ്റെ സംസ്കാരവും ഭക്ഷണ രുചികളും വസ്ത്രങ്ങളും എല്ലാം നമുക്ക് ആ നാട്ടിൽ പോകാതെ തന്നെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും. അത്രയ്ക്കും മനോഹരമാണ്. ഓരോ രാജ്യത്തിലെയും കാഴ്ചകൾ ഇവിടെ കാണാൻ നിറയെയുണ്ട്. നമ്മൾക്ക് അത്രയൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ലെങ്കിലും മാക്സിമം എല്ലാ വീഡിയോയിലും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഫ്രണ്ടിൽ. ഓരോ സ്ഥലം കാണുമ്പോഴും നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നുമല്ലോ. അപ്പം ഞാൻ മനുവിനോട് പറഞ്ഞു, നീ അവിടെ പോയി നിൽക്ക്, ഞാൻ ഫോട്ടോ എടുത്തു തരാം. ഈജിപ്റ്റ് ആണെന്നല്ലേ തോന്നുന്നു, നമ്മൾ ഈജിപ്റ്റിൽ പോയതാണെന്ന് എല്ലാവരും വിചാരിക്കട്ടെ. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ നടക്കാൻ തുടങ്ങി. ഇനി അടുത്ത കാഴ്ചകളിലേക്ക് കാണാമെന്ന് കരുതി. അയ്യോ, ദാ നിൽക്കണ് പേടിപ്പിക്കാനായിട്ട്. എൻ്റെ പൊന്നോ, നമ്മുടെയൊക്കെ ബാക്കിൽ ഇരുന്നേ പെട്ടെന്ന് ഇങ്ങനൊരു ശബ്ദം കേട്ടാൽ നമ്മൾ പേടിക്കും. നോക്കുമ്പോഴോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രൂപവും. അങ്ങനെ ഈജിപ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്ന് നീങ്ങിയപ്പോഴാണ് ഒരു ജിറാഫിനെ കെട്ടിയിരിക്കുന്നത് കണ്ടത്, ഒരു ജിറാഫ് കൊട്ടിൽ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടന്ന് ജിറാഫിനെയൊക്കെ ഒന്ന് കാണാമെന്ന്. അവിടെ 2-3 ജിറാഫൊക്കെ അതിനുള്ളിലുണ്ട്, ആ കൊട്ടലിനുള്ളിലേ. ഇവിടുന്ന് നമുക്ക് കല്യാണിയെ വിളിച്ചിട്ട് പോകാനായിരുന്നു പാട്. അങ്ങനെ നമ്മൾ ഈജിപ്റ്റിന് പിരമിഡിനുള്ളിലേക്ക് കയറുന്ന പോലൊരു ഫീലുള്ള ഒരു കൂടാരത്തിലേക്ക് കയറി. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇതിനുള്ളിലില്ല, നമ്മളൊരു പിരമിഡിനുള്ളിൽ നടക്കുന്ന പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു പിരമിഡിനുള്ളിൽ നമ്മൾ തല കുനിച്ച് ഹൈറ്റ് വളരെ കുറവല്ലേ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്ലോപ്പിലൊക്കെ അല്ലേ പോയേക്കണത്. ഞാൻ പോയിട്ടില്ല, ഒരു വീഡിയോയിൽ കണ്ടതാണ്. അതുകൊണ്ട് നമുക്കിതൊരു പിരമിഡ് ഫീലായിട്ടാണ് തോന്നിയിട്ടുള്ളത്, പോകാത്തത് കൊണ്ടേ. മനു 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 നമ്മളൊരു പിരമിഡിൽ കയറി ഇറങ്ങുന്ന പോലെ. കല്യാണിയമ്മ നടന്ന് മടുത്തു. അങ്ങനെ പപ്പ എടുക്കണമെന്ന് പറഞ്ഞ് ആള് പപ്പ എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് പിന്നെ ക്ഷീണമൊന്നുമില്ലല്ലോ, നമ്മൾ നടക്കുക തന്നെ. കാരണം നമുക്ക് ഈ കാഴ്ചകളൊക്കെ രസമല്ലേ. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ആക്ടിവിറ്റീസും ഗെയിമിങ്ങും ഒക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ സ്ലൈഡർ പോലുള്ള അങ്ങനെയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ ബോളിവുഡ് വേൾഡിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്